എന്റെ പേര് യോന. മീൻ വിഴുങ്ങിയ മനുഷ്യൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അറിയും. ഞാനൊരു പ്രവാചകനും കൂടിയാണ്. ബട്ട് റിസ്ക് എടുക്കാൻ ഇച്ചിരി പിറകിലാണ് ഞാൻ. അത് ഇതോടെ മാറിക്കിട്ടി. ഒരു ദിവസം കർത്താവ് പറഞ്ഞു, നിനവേലേക്ക് പോയി അവരുടെ തെറ്റുകളൊക്കെ ചൂണ്ടിക്കാണിച്ച് അവരോട് അനുദപിക്കാൻ പറയാൻ. ഇടി കിട്ടുന്ന പരിപാടിയാണ്. ഞാൻ നൈസായിട്ട് എസ്കേപ്പ് അടിച്ചു. നേരെ കപ്പലിൽ താർശിഷ് വെച്ച് പിടിച്ചു. ഞാൻ ആരെയാണോ പറ്റിക്കാൻ നോക്കിയേ ആ ബോസിന്റെ എഴിന്റെ പണി കിട്ടി. നടുക്കടലിൽ കപ്പൽ പെട്ടു. എന്താണ് പ്രശ്നമെന്ന് അറിയാൻ നറുക്കിട്ടു. കൃത്യം എന്റെ പേര് തന്നെ. എന്റെ കഥ കേട്ട ഉടനെ കാര്യങ്ങൾക്കൊരു തീരുമാനമായി. എന്നെ എടുത്ത് വെള്ളത്തിലിട്ടു. അധികം കാത്തിരിക്കേണ്ടി വന്നില്ല. ഏതോ ഒരു മീൻ എന്നെ വിഴുങ്ങി. 3 രാവും 3 പകലും വേറെ മൂടായിരുന്നു. ആ മീനിന്റെ വയറ്റിലുള്ള ജീവിതം, അതെന്റെ ഉള്ളിലെ നാറ്റം, പറയാൻ വാക്കുകളില്ല മക്കളെ. അവസാനം ഞാൻ കർത്താവിനോട് മാപ്പ് പറഞ്ഞു. വേഗവും തന്നെ നിനവേക്കെത്തി. ദൈവത്തിന് നമ്മെക്കുറിച്ചൊരു പ്ലാൻ ഉണ്ട്. അതാണ് ദൈവവിളി. അത് അവിടുന്ന് മറ്റുള്ളവരിലൂടെയാകും നമ്മെ അറിയിക്കുക. ഫോർ എക്സാമ്പിൾ, അച്ഛന്മാർ, ടീച്ചർമാർ, കൂട്ടുകാർ, മുതിർന്നവർ, സിസ്റ്റർമാർ. അത് മൈൻഡ് ചെയ്യാണ്ടേ തന്നിഷ്ടം കാണിക്കാൻ നിന്ന മോനെ 8ന്റെ പണിക്കിട്ടും. അതോടെ ഈ പ്രാർത്ഥന വേഗം പഠിച്ചോ. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 25-ാം അധ്യായം 4-ാം വാക്യം. കർത്താവേ, അങ്ങയുടെ മാർഗങ്ങൾ എനിക്ക് മനസ്സിലാക്കി തരണമേ. അങ്ങയുടെ പാതകൾ എന്നെ പഠിപ്പിക്കണമേ. Please catch the call, otherwise he will catch you.